പിതാവായ ദൈവമേ, വീണ്ടും ഒരിക്കൽ കൂടി സുവിശേഷം പ്രഘോഷിക്കുവാനും ദൈവജനവുമായി തിരുവചനങ്ങളെ പരിചയപ്പെടുത്തുവാനും അവസരം തന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ജനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് തിരുവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുകയും കൂടെ ചെയ്യുമ്പോൾ തിരുവചനം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അവസരം ലഭിക്കുകയാണല്ലോ. അങ്ങ് പ്രദാനം ചെയ്യുന്ന ഈ അവസരങ്ങൾ ഏറ്റവും നന്നായി പ്രയോജനപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോളമൻ രാജാവ് ജെറുസലേം ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം ബലിവസ്തു ഒരുക്കി പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവദൂതൻ കടന്നു വന്ന് സോളമനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിൻ്റെ ബലികളിൽ ദൈവം സംപ്രീതനായിരിക്കുന്നു, നിനക്കെന്ത് വരമാണ് വേണ്ടത്? സോളമൻ ഇങ്ങനെ മറുപടി നൽകി: കേവലം ഒരു ബാലനായിരുന്നിട്ടും ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ അവരോധിച്ചതിനെ ഓർത്ത് ദൈവമേ നന്ദി പറയുന്നു. എണ്ണിത്തീർക്കാൻ പറ്റാത്ത ഈ ജനത്തെ നയിക്കുവാൻ ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ, വിവേകം നൽകി അനുഗ്രഹിക്കണമെന്ന് സോളമൻ പ്രാർത്ഥിക്കുന്നു. ദൈവദൂതൻ ഈ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നത് ഇപ്രകാരമാണ്. സാധാരണഗതിയിൽ രാജാക്കന്മാർ ചോദിക്കുന്ന രാജ്യങ്ങളുടെ അതിർത്തികളുടെ വിസ്തൃതി, യുദ്ധവിജയം, കുതിരകൾ, രഥങ്ങൾ, യുദ്ധോപകരണങ്ങൾ, സമ്പത്ത്, ഇതൊന്നും ചോദിക്കാതെ ജ്ഞാനവും വിവേകവും ചോദിച്ചതുകൊണ്ട് ജ്ഞാനം നൽകി അനുഗ്രഹിക്കുന്നു, വിവേകം നൽകി അനുഗ്രഹിക്കുന്നു. നീ ചോദിക്കാത്ത മറ്റു കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ അതിർത്തിയുടെ വിസ്തൃതി, രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധി, യുദ്ധ വിജയം നേടുന്നതിനുള്ള കരുത്ത്, രഥങ്ങൾ, കുതിരകൾ എന്നുവേണ്ട എല്ലാത്തിൻ്റെ മേൽ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കുന്നു. ഞങ്ങളും ദൈവമേ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മേലും കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിൻ്റെ മേലും ദൈവമേ ജ്ഞാനത്തിൻ്റെ അരൂപിയെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവേകത്തിൻ്റെ അരൂപിയെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഹൃദയത്തിൽ മറിയത്തെപ്പോലെ സംഗ്രഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് തൽക്ഷണം തന്നെ പ്രത്യുത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങളങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് നമ്മൾ നേരത്തെ കേട്ട പ്രഭാഷണ പരമ്പരയുടെ തുടർച്ച എന്ന നിലയിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ വംശാവലി ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് തന്നെ നമുക്ക് മടങ്ങിപ്പോവാം. 2-ാമത്തെ തിരുവാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: എബ്രാഹത്തിൻ്റെ പുത്രനായി ഇസഹാക്ക് ജനിക്കുന്നു, ഇസഹാക്കിൻ്റെ പുത്രനായി യാക്കോബ് ജനിക്കുന്നു. യാക്കോബിൻ്റെയും അബ്രഹാമിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഇസഹാക്കിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ആഴത്തിൽ പഠിക്കുവാനായിട്ട് ഒരു ശ്രമം നടത്താം. ഞാൻ കഴിഞ്ഞ പരമ്പരയിൽ പറഞ്ഞതുപോലെ എബ്രാഹത്തിൻ്റെ 3 ഭാര്യമാരിൽ നിന്നായി ജനിച്ച 8 മക്കളിൽ 2-ാമത്തെ മകനായ ഇസഹാക്ക് വംശാവലിയിൽ പറയുന്ന 42 പേരുകളിൽ 2-ാമത്തെ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന പേരാണ് ഇസഹാക്കിൻ്റെ നാമം. എന്താണ് ഇസഹാക്കിൻ്റെ പ്രത്യേകത, പ്രാധാന്യം എന്നുള്ളതാണ് പഠന വിഷയം. 1-ാമത്തെ പ്രാധാന്യം, എബ്രഹാമിന് 8 മക്കൾ ജനിക്കുന്നുണ്ടെങ്കിലും ഈ 8 മക്കളും ശരീരത്തിൽ നിന്ന് ജനിക്കുന്നതാണ്. അല്ലെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിക്കോദമോസ് പറയുന്ന പോലെ മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. എബ്രഹാമിന് ജനിച്ച 8 മക്കളിൽ 7 പേരും ഈ മാംസത്തിൽ നിന്ന് ജനിച്ച മാംസമായി ജനിച്ച ആളുകളാണ്. എന്നാൽ ഇസഹാക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തതി. അവൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവദൂതൻ കടന്നു വന്ന് എബ്രഹാമിന് ഇസഹാക്ക് എന്ന പേര് വിളിക്കണം എന്ന നിർദ്ദേശം നൽകുന്നു. സുവിശേഷത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ദൈവം ആഗ്രഹിച്ച് പ്രത്യേക ദൗത്യവുമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്കൊക്കെ മുൻകൂർ തന്നെ പേരുകൾ കൊടുക്കുന്നുണ്ട്.
ഇസഹാക്കിനും ജനിക്കുന്നതിന് മുൻപ് തന്നെ പേര് ലഭിക്കുന്നു. നമ്മൾ ഇസഹാക്കിനെക്കുറിച്ച് സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം, ഇസഹാക്കിൻ്റെ ജനനത്തിന് ശേഷം അവനെ ബലി കൊടുക്കുവാനായിട്ട് ദൈവം നിർദ്ദേശിക്കുന്നു. ആ ബലി കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് 12 വയസ്സായ ഇസഹാക്ക് വിറക്, കത്തി, അഗ്നി മുതലായ സാധനങ്ങളായിട്ട് കടന്നു പോകുന്നു. വിറക് ചുമടായി കഴുത വഹിക്കുന്നു. അഗ്നിയും കത്തിയും ഇസഹാക്കിൻ്റെ കൈവശമുണ്ട്. 12 വയസ്സായ ബാലൻ എന്നാണ് പറയുന്നത്. വയസ്സ് പറയുന്നില്ലെങ്കിലും ബാലൻ എന്നാണ് പറയുന്നത്. സുവിശേഷത്തിൽ ബാലൻ എന്ന് പറഞ്ഞാൽ 12 വയസ്സിന് താഴെയുള്ള ആളുകളെയാണ് ബാലൻ എന്ന് വിളിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള യുവാവ് എന്നാണ് വിളിക്കുന്നത്. 12 വയസ്സായ ഈ ബാലൻ, നമ്മൾ മറ്റു സ്ഥലങ്ങളിലും ഇത്തരം പരാമർശങ്ങൾ കാണുന്നുണ്ട്. യേശുവിനെ 12 വയസ്സിലാണ് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുന്നത്. ജോസഫിനെ 12 വയസ്സിലാണ് പൊട്ടക്കിണറ്റിൽ കൊണ്ടിടുന്നത്. ഇതെല്ലാം ഇതിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ട് നമുക്കതിനെ കാണാം. എന്തായാലും ഈ മോറിയ മലയിലേക്ക് നടന്നു പോകുന്ന ഇസഹാക്ക്, എബ്രാഹാം, അവരുടെ ഭൃത്യന്മാർ, ഈ ഭൃത്യന്മാരെ മലയുടെ ചുവട്ടിലെത്തിയ സമയത്ത് എബ്രാഹാം പറയുന്നുണ്ട്, നിങ്ങളിവിടെ താഴെ നിൽക്കുക, ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു. ദൈവത്തെ ആരാധിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ എന്ന പദപ്രയോഗമാണ് നടത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ബലി കൊടുത്ത് ഇസഹാക്ക് മരണപ്പെട്ടാലും ആ മരിച്ച ഇസഹാക്കിനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹാം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ മലയിലേക്ക് കയറി പോകുന്ന സമയത്ത്, മോറിയ മലയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇസഹാക്കിൻ്റെ പിതാവായിട്ടാണ് അബ്രാഹാം മലമുകളിലേക്ക് കയറിപ്പോയതെങ്കിൽ, തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് വിശ്വാസികളുടെ പിതാവായിട്ടാണ് അബ്രാഹാം തിരിച്ചിറങ്ങി വരുന്നത്. എന്തായാലും ദൈവം ഒരു മനുഷ്യബലി ആഗ്രഹിച്ചിരുന്നില്ല. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു. ഇസഹാക്കിന് പകരം ബലിമൃഗത്തെ കാണിച്ചു കൊടുക്കുന്നു. ആ ബലിമൃഗത്തെ ബലിയർപ്പിക്കുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന സംഭവ പരമ്പരകളാണ്. എന്നാൽ ഇന്ന് നമ്മൾ അതിനപ്പുറത്തുള്ളൊരു ചിന്തയിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. 12 വയസ്സായ കുഞ്ഞിനെ അവൻ്റെ അപ്പൻ വിശ്വാസത്തിൻ്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ, ദൈവസ്നേഹത്തെ പ്രതി ബലിയർപ്പിക്കാനായിട്ട് കടന്നു പോകുന്നു. ബലിയർപ്പിക്കാൻ പോകുന്ന സമയത്ത് സാധാരണഗതിയിൽ ബലിയർപ്പിക്കാൻ പോകുന്ന വ്യക്തി കഴുത്തറുത്തുകൊണ്ടാണ് ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. 12 വയസ്സായ ഒരു ബാലൻ, ആരോഗ്യമുള്ള ഒരു ബാലനെ സ്വന്തം അപ്പൻ, 100-ാം വയസ്സിലാണ് അബ്രാഹത്തിന് ഇസഹാക്ക് ജനിക്കുന്നത്. 12 വയസ്സ് കഴിഞ്ഞാൽ 112 വയസ്സായിട്ടുള്ള വൃദ്ധനായ അപ്പൻ 12 വയസ്സായ ചുറുചുറുക്കുള്ള മകനെ ബന്ധിക്കണമെങ്കിൽ ഈ മകൻ നിന്ന് കൊടുത്താൽ മാത്രമേ കഴിയുള്ളൂ. അപ്പൻ തന്നെ ബലിമൃഗമാക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മകൻ ഓടിപ്പോവുകയാണെങ്കിൽ അതിനെ പിടിച്ചു കെട്ടാൻ അവന് കഴിയില്ല. പക്ഷേ ഇസഹാക്ക് അവിടെ നിന്ന് കൊടുക്കുന്നു. ഈ നിന്ന് കൊടുത്ത ഇസഹാക്കിൻ്റെ കൈയും കാലും ബന്ധിച്ച് വിറകുകൾ അടക്കി അതിൻ്റെ മുകളിൽ വെച്ച് കഴുത്ത് മുറിക്കാൻ പോകുന്നു. ഈ ചിത്രമൊന്ന് മനസ്സിൽ ആലേഖനം ചെയ്യുക. ഭക്തിയുടെ പുറം തോട് പൊളിച്ച് ആഴമായ പച്ചയായ ജീവിതത്തിലെ കൂടെ കണ്ണുകളിലൂടെ ഒന്ന് കണ്ടു നോക്കുക. മരണം ഈ കുഞ്ഞിന് സംഭവിച്ചില്ലെങ്കിലും രക്ഷപ്പെട്ടെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ കാലഘട്ടത്തിലാണെങ്കിൽ പറയും ഈ കുട്ടി അവനെ മെൻ്റൽ ഡിപ്രഷൻ അടിക്കും, അല്ലെങ്കിൽ അവന് മനസ്സിനേറ്റം മുറിവായിട്ട് പോവും, അവന് മാനസികമായ വ്യതകളുണ്ടാകും, മരണാസന്നത്തിന് ആയി കിടന്ന് മരണത്തെ മുന്നിൽ കൊണ്ട് തിരിച്ചു വന്ന ഒരു കുഞ്ഞിനെ ഉണ്ടാവുന്ന മാനസികമായ വ്യത, സ്വാഭാവികമായിട്ട് ഇവൻ വളർന്നു വരുന്ന സമയത്ത് ഇവനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഫിയർ സൈക്കോസിസ്, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മെൻ്റൽ ഡിപ്രഷൻ, മെൻ്റൽ ആഗണി എന്നൊക്കെ മനഃശാസ്ത്രം പറയുന്ന പദപ്രയോഗങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ഇവൻ്റെ മനസ്സിൽ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടി വളർന്ന് വരുന്ന സമയത്ത് ഇവൻ്റെ വിവാഹ ആലോചനയുമായിട്ട് അപ്പൻ കടന്നു വരുന്നു. ഇവൻ്റെ അമ്മ മരണപ്പെട്ടിരിക്കും. സാറ മരിച്ചതിന് ശേഷമാണ് ഇസഹാക്കിൻ്റെ വിവാഹം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം ആലോചിക്കുവാനായിട്ട് തൻ്റെ ഭൃത്യനായ ഏലിയാസറിനെ അബ്രാഹാം ചുമതലപ്പെടുത്തുന്നു. ഭാര്യ മരിച്ചു, മകന് പ്രായപൂർത്തിയായി. വിവാഹാലോചന നടക്കുന്ന സമയത്ത്
തൻ്റെ തന്നെ സമുദായത്തിൽ നിന്ന്, തൻ്റെ വിശ്വാസമനുസരിച്ചുള്ള യഹൂദ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ എലിയാസർ തൻ്റെ ബന്ധുവായ ലാബാൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ബത്തുവേലിൻ്റെ പുത്രനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ വെച്ച് എലിയാസർ റെബേക്കയെ കണ്ടുമുട്ടുന്നു. വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് പോകുന്നു. റെബേക്ക എലിയാസറിൻ്റെ കൂടെ അബ്രഹാമിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. ആ ഭവനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉള്ള തിരുവചന ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകത്തിലെ 24-ാമത്തെ അധ്യായത്തിൽ 66-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഇസ്ഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു. അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. ഇല്ലെങ്കിൽ അമ്മ മരിച്ചതിന് ശേഷം അമ്മ താമസിച്ച കൂടാരത്തിലാണ് ഇസ്ഹാക്ക് താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അമ്മയോട് വളരെ അടുത്ത അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന, ഒരു വളരെ ശക്തമായ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇസ്ഹാക്ക്. അപ്പൻ തന്നെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയത് കാരണമായിരിക്കാം, എന്തായാലും അമ്മയോട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറഞ്ഞത് അവൻ്റെ അമ്മയുടെ മരണത്തിൽ അവന് കഠിനമായ ദുഃഖമുണ്ടായിരുന്നു. അവൻ അമ്മയുടെ കൂടാരത്തിലാണ് താമസിച്ചത്. എന്നാൽ ഇന്ന് അമ്മയുടെ മരണശേഷം തനിക്ക് ഒരു വിവാഹം അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ട് റെബേക്ക കടന്നു വരുന്നു. അതുകൊണ്ട് അപ്പൻ്റെ കൂടാരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അവൻ്റെ അമ്മ താമസിക്കുന്ന കൂടാരത്തിലേക്ക് തൻ്റെ ഭാര്യയെ കൊണ്ടുപോകുന്നു. അതുവഴി അവന് ജീവിതത്തിൽ ഒരാശ്വാസം ലഭിക്കുന്നു. മനസ്സിനേറ്റ മുറിവുമയായി ജീവിച്ചിരുന്ന ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിന് ഒരാശ്വാസം ലഭിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും തൻ്റെ അമ്മ മരിച്ച് അതിനെ തുടർന്നുള്ള ദുഃഖം, ആകുലത, ഉത്കണ്ഠ, അസ്വസ്ഥത, വേദന, മനപ്രയാസമായിട്ട് കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. മനസ്സിനേറ്റ മുറിവുമായി നിൽക്കുന്ന, മരണത്തിൻ്റെ വേർപാട് മൂലം മനസ്സിനേറ്റ മുറിവുമായി ദുഃഖിച്ച് വേദനിച്ച് കഷ്ടപ്പെട്ട് ദുഃഖത്തോടുകൂടെ ഇരിക്കുന്ന, തീരാ ദുഃഖത്തിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരാൻ പറ്റാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിടുവിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ആരുടെയെങ്കിലും മരണം മൂലം വേദനിക്കുന്ന, ദുഃഖിച്ച് ഇപ്പോഴും ആ ദുഃഖത്തിൽ നിന്നൊക്കെ പുറത്ത് കടന്നു വന്ന് സാധാരണ സ്വാഭാവിക ജീവിതത്തിലേക്ക് കടന്നു പോകാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അവർ ആ ദുഃഖത്തിൽ നിന്ന് വിമോചിതരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനവും സന്തോഷവും അവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം ഇവരുടെ ഉള്ളിലേക്ക് ശക്തമായി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ശക്തി അനുഭവവേദ്യമായി മാറട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ അമ്മയുടെ വേർപാട് മൂലം അവൻ അനുഭവിച്ച ദുഃഖത്തിൽ നിന്ന് പുറത്ത് കടന്നു വരുവാൻ അവന് റെബേക്കയിലൂടെ സാധിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇസ്ഹാക്കിൻ്റെ ജീവിതത്തിൽ മറ്റു ചില കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവന് 2 മക്കൾ ജനിക്കുന്നു. ഭാര്യ ഗർഭിണിയാകുന്ന സമയത്ത് പറയുന്നു 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ 2 വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുള്ള 2 പേർ ഇരട്ടക്കുഞ്ഞുങ്ങളായിട്ട് റെബേക്കയുടെ ഉദരത്തിൽ ജനിക്കുന്നു. പുറത്തേക്ക് കടന്നു വരാൻ പിടിവലി നടത്തി എന്നാണ് ബൈബിൾ പറയുന്നത്. എന്തായാലും മൂത്ത പുത്രനായ ഏസാവ്, 2ാമത്തെ മകനായ യാക്കോബ്, അപ്പനമ്മമാരുടെ ഇടയിൽ വീണ്ടും ഈ സംഘർഷം ഉണ്ടാകുന്നു. അപ്പന് മൂത്ത മകനോട് പ്രത്യേക മമത, അമ്മയ്ക്ക് 2ാമത്തെ മകനോട് പ്രത്യേകമായ സ്നേഹം. അമ്മ ഈ 2ാമത്തെ മകനായ യാക്കോബിന് പ്രത്യേകമായ പരിഗണന നൽകുന്നു. അപ്പൻ മൂത്ത മകനായ ഏസാവിന് പ്രത്യേക പരിഗണന നൽകുന്നു. കാരണം സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഏസാവിന് നായാട്ട് നടത്തി കിട്ടുന്ന മാംസവും മറ്റു കാര്യങ്ങളും ഭക്ഷണം കഴിക്കുവാൻ താല്പര്യം. ആ കാര്യത്തിൽ വൈദഗ്ധ്യം ഏസാവിനാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏസാവിനെ അവൻ കൂടുതൽ സ്നേഹിച്ചു. അമ്മയോടുകൂടെ നിൽക്കുകയും അമ്മയോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്ത യാക്കോബിനെ അമ്മ കൂടുതൽ സ്നേഹിച്ചു. നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു ചിന്തയുണ്ട്. ഏസാവ് തൻ്റെ മൂത്തപുത്ര സ്ഥാനം സഹോദരനെ വിട്ടുകൊടുക്കുന്നു, യാക്കോബിന് വിട്ടുകൊടുക്കുന്നു.
അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാൻ അമ്മ ചതിപ്രയോഗങ്ങൾ നടത്തുന്നു. ആ ചതിപ്രയോഗം നടത്തുന്ന സമയത്ത് യാക്കോബ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് റെബേക്കയോട്. ഇത് അപ്പനറിഞ്ഞ് എന്നെ ശപിക്കുകയാണെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ശാപമായി മാറില്ലേ? ഉടനെ അമ്മ പറയുന്നുണ്ട്, ആ ശാപം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൻ ശപിക്കുകയാണെങ്കിൽ ആ ശാപം എൻ്റെ മേൽ വന്ന് പതിക്കട്ടെ, നിനക്ക് അത് ഒന്നും സംഭവിക്കില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഏസാവിൻ്റെ ജീവിതത്തിലുണ്ടായ പല ബുദ്ധിമുട്ടുകളും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ പ്രയാസങ്ങളുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. ഏതെങ്കിലും കുടുംബത്തിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളെ വേർതിരിച്ച് വിവേചിച്ച് രണ്ട് മക്കളെയും തുല്യമായി കരുതാതെ എന്തിൻ്റെ പേരിലായാലും മക്കളെ വേർതിരിച്ച് കണ്ട് അതുകൊണ്ട് തന്നെ ആ കുട്ടികളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന മാതാപിതാക്കൾ, ആ മാതാപിതാക്കളുടെ പെരുമാറ്റം മൂലം അസ്വസ്ഥരായിട്ടുള്ള കുട്ടികൾ, പല കുട്ടികളെയും കാണുന്ന സമയത്ത്, സ്കൂളുകളിലൊക്കെ പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു പരാതിയാണ്, അപ്പന് എന്നെ സ്നേഹമില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ സ്നേഹമില്ല. ചില അപ്പന്മാർക്ക് പെൺമക്കളോട് കൂടുതൽ സ്നേഹം, ചില അമ്മമാർക്ക് ആൺമക്കളോട് കൂടുതൽ സ്നേഹം, ചില സമയത്ത് ആദ്യം ജനിച്ച കുഞ്ഞിനോട് പ്രത്യേക സ്നേഹം ചില കുടുംബങ്ങളിൽ രണ്ടാമത് ജനിച്ച കുഞ്ഞിനോട് പ്രത്യേക സ്നേഹം, ചില കുടുംബങ്ങളിൽ കാണാൻ സൗന്ദര്യമുള്ള മക്കളോട് സ്നേഹം, ചില കുടുംബങ്ങളിൽ നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികളോട് സ്നേഹം. അപ്പനും അമ്മയും മക്കളെ തുല്യ പരിഗണന കൊടുക്കാതെ വളർത്തുന്ന ഭവനങ്ങൾ, കുട്ടികളിൽ അതുണ്ടാക്കുന്ന ആന്തരികവും ആത്മീയവുമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ. ഇന്ന് ഈ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കളുടെ അറിഞ്ഞും അറിയാതെയും മൂലമുള്ള കുട്ടികളോടുള്ള ഈ പെരുമാറ്റത്തിൽ, ആ പെരുമാറ്റം അവരുടെ കുട്ടികളുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ, അത് ആരെങ്കിലും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്, കുട്ടികളെ വേട്ടയാടുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ ദുസ്വഭാവം മൂലം മാതാപിതാക്കളെ വേട്ടയാടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കളുടെ മുറിവ് മക്കളിലേക്ക് പകരപ്പെടുകയോ, മക്കളുടെ സ്വഭാവം മൂലം മാതാപിതാക്കൾ മക്കളെ വെറുക്കുകയോ, മാതാപിതാക്കളുടെ സ്വഭാവം മൂലം മക്കൾ മാതാപിതാക്കളെ വെറുക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ, ആ കുടുംബങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട മുറിവുകളുണ്ടെങ്കിൽ, ആ മുറിവുകളിൽ നിന്ന് ശാശ്വതമായ സൗഖ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വംശാവലി ഗ്രന്ഥത്തിൽ ഇസഹാക്കിൻ്റെ പേരിന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസഹാക്ക്, അല്ലെങ്കിൽ യാക്കോബിൻ്റെ പിതാവായ ഇസഹാക്ക് എന്നതിൽ ഉപരി ഇസഹാക്കിൻ്റെ ജീവിതത്തിലുണ്ടായ ദുഃഖകരമായ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പലതുമുണ്ട്. എബ്രാഹാം നെഗേബ് എന്ന സ്ഥലത്ത് കിണർ കുഴിച്ചു. ഫിലിസ്തീർ വന്ന് ആ കിണർ മൂടിക്കളഞ്ഞു. ബേർഷേബ എന്ന സ്ഥലത്ത് കിണർ കുത്തുന്നു, അത് വന്ന് മൂടിക്കളയുന്നു. ബേർഷേ എന്ന സ്ഥലത്ത് കിണർ കുത്തുന്നു, അത് വന്ന് ശത്രുക്കൾ വന്ന് ബലമായിട്ട് ഹിത്യർ വന്ന് പിടിച്ചെടുക്കുന്നു. അവസാനം റെഹോബോത്ത് എന്ന സ്ഥലത്ത് ഇസഹാക്ക് കിണർ കുത്തുന്നു. അന്ന് വരൾച്ച ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള ഡാമുകളോ കനാലുകളോ പൈപ്പ് ലൈനുകളോ ഒന്നും ഇല്ലാത്തൊരു സമയത്ത് മഴയെ ആശ്രയിച്ച്, കിണർ വെള്ളത്തെ ആശ്രയിച്ച് നിൽക്കുന്ന സമൂഹം വെള്ളം ലഭിക്കാതെ വരുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ മറികടക്കുവാൻ അന്ന് അവർക്ക് പലപ്പോഴും പ്രാർത്ഥന മാത്രമായിരുന്നു പിൻബലം. ഇസഹാക്കിനെ പലപ്പോഴും പല സ്ഥലത്തും ചെന്ന് പ്രാർത്ഥിച്ച് വെള്ളത്തിൻ്റെ സോഴ്സ് കണ്ടെത്താനും, അവിടെ കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്താനും, ആ വെള്ളത്തിൽ നിന്ന് കൃഷി ചെയ്യാനും ഇസഹാക്കിനെ സാധിച്ചിരുന്നു. ഇന്ന് ഈ പ്രഭാഷണ പരമ്പര കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും വീട്ടിൽ കുടിവെള്ളം ലഭിക്കാൻ സാധിക്കാതെ പോകുന്ന ആളുകൾ, കിണർ കുത്തിയിട്ടും ബോർവെല്ല് കുത്തിയിട്ടും അവർക്ക് ആവശ്യമായിട്ടൊരു വെള്ളം ലഭിക്കാതെ പോവുകയും അതവരുടെ ജീവിതത്തിൽ പ്രയാസകരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ദൈവം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും ജീവിതത്തിൽ ഇടപെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നാളുകൾക്ക് മുൻപ് സാമിയാർ മഠം എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒരു സ്ഥലത്തുണ്ടായ ഒരു കൊച്ചു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒരു കുടുംബം ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി വേളാങ്കണ്ണിയിൽ കടന്നു വന്നു. ആ കടന്നു വന്ന സമയത്ത് അവരെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കിണർ കുത്തി, കിണറ്റിൽ വെള്ളം കിട്ടിയില്ല. ബോർവെൽ അടിക്കാനായിട്ട് അതിൻ്റെ സാങ്ഷൻ പഞ്ചായത്തിൽ നിന്ന് കിട്ടി. ബോർവെൽ അടിക്കാനായിട്ട് അവർ പറഞ്ഞു 400 അടി താത്തിയാൽ മാത്രമാണ് വെള്ളം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു.
ആ പരിസര പ്രദേശത്ത് പലരും ഈ 400 അടി അടിച്ചിട്ടും വെള്ളം കിട്ടാത്ത ആളുകളുണ്ട്. അതുകൊണ്ട് ഇവർ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെള്ളം ലഭിക്കും. ബൈബിളിലെ അബ്രാഹാം പല സ്ഥലങ്ങളിലും പോയിട്ട് കിണർ കുത്തി വെള്ളം കണ്ടത് നമ്മൾ വായിക്കുന്നുണ്ട്. ഇസഹാക്ക് പല സ്ഥലത്തും പോയിട്ട് കിണർ കുത്തിയിട്ട് വെള്ളം കണ്ടത് നമ്മൾ വായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കും, എബ്രാഹത്തിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാണല്ലോ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രത്യുത്തരം നിങ്ങൾക്ക് കിണറിൽ വെള്ളം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഞാൻ അവർക്ക് ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് ഒരു സന്ദേശം കൈമാറി. അവർ വലിയ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി തിരിച്ചുപോയി. അവരുടെ ബോർവെല്ല് അതിൻ്റെ റിഗൊക്കെ കൊണ്ടുവന്ന്, റിഗ് തുടങ്ങുന്നതിന് മുമ്പ്, ഓപ്പറേഷൻ ഡ്രില്ലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, ബോർവെല്ല് പ്രവർത്തിക്കാൻ പോകണം, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളും പ്രാർത്ഥിക്കാൻ പറയുന്നു. ഈ 400 അടിയായ സമയത്തും വെള്ളം ലഭിക്കുന്നില്ല. 400 അടിയായി കഴിഞ്ഞ സമയത്ത് സാധാരണഗതിയിലുള്ള ഒരു ആവറേജ് ഡ്രില്ല് ചെയ്യുന്ന റിഗിനെ 400 അടി വരെയാണ് താഴ്ത്താൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാതെ വന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്താ ചെയ്യുക, 400 അടി അടിച്ചാൽ വെള്ളം കിട്ടുന്നതാണ് പറഞ്ഞത്. അത് വെള്ളം ഡിവൈൻ ചെയ്ത് കൊടുക്കുന്ന ഡിവൈനേഴ്സ് അത് തന്നെയാണ് പറഞ്ഞത്. റിഗിൻ്റെ ആളുകളും അത് തന്നെയാണ് പറഞ്ഞത്. പരിസര പ്രദേശത്തുള്ള മറ്റ് ബോർവെല്ലൊക്കെ പരിശോധിച്ചിട്ട് 400 അടിയിൽ വെള്ളം കിട്ടുന്നതാണ് പറഞ്ഞത്. 400 അടി അടിച്ചിട്ടും വെള്ളം കിട്ടുന്നില്ല, ഇനി എന്ത് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വേളാങ്കണ്ണിയിൽ നിങ്ങൾ വന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് വേളാങ്കണ്ണിയിൽ അത്ഭുത കിണറിലെ വെള്ളം പലപ്പോഴും പലരും വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഈ റിഗ് ഒന്ന് മുകളിലേക്ക് കയറ്റി നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി, നിങ്ങൾക്ക് അറിയാവുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി, ഈ ഇവിടെ നിന്നുണ്ടായ ഈ ദേവാലയത്തിൽ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് തന്ന വെള്ളം നിങ്ങൾ ഈ ഡ്രില്ല് ചെയ്ത കുഴിയിലൊന്ന് കുഴിക്കുക. ഇത് കഴിഞ്ഞിട്ട് ഒരു 20 അടിയെങ്കിലും ഒന്നും കൂടെ താത്താൻ പറയാം. അതാണ് അവരുടെ മാക്സിമം. എന്തോ ഒരു എക്സ്ട്രാ പൈപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമമാണ് 20 അടി. ഈ 20 അടിയിൽ എന്തായാലും വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് റിസ്ക്കാണ്. ചില സമയത്ത് വെള്ളം കിട്ടിയാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഉപ്പുവെള്ളമായി തീരും, അല്ലെങ്കിൽ വേറെ ഹാർഡ് വാട്ടർ ആയിരിക്കും, അത് ഉപയോഗശൂന്യമായ വെള്ളമായിരിക്കും എന്ന് റിഗിൻ്റെ ഉടമ പറഞ്ഞു. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, പരീക്ഷിച്ച് നോക്കാം, ദൈവം കൃപയായിട്ട് തരികയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അവർ ഈ പറഞ്ഞ പ്രകാരം വേളാങ്കണ്ണിയിൽ നിന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് ലഭിച്ച വെള്ളം ഈ റിഗ് ലിഫ്റ്റ് ചെയ്ത് അതിനകത്ത് ഒഴിച്ചു. അതിനുശേഷം വീണ്ടും ഡ്രില്ല് ചെയ്തു. 415 അടിയായ സമയത്ത് ഈ ബോർവെല്ലിൻ്റെ ഡ്രില്ല് ചെയ്ത് പോകുന്നതിൻ്റെ ആ കട്ടിങ് എഡ്ജ് ആ സാധനം അങ്ങനെ തന്നെ മുകളിലേക്ക് തെറിച്ച് വന്നു. അത് തെറിച്ച് വരാനുള്ള കാരണം വെള്ളത്തിൻ്റെ പ്രഷർ കാരണമായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഏകദേശം ഈ സംഭവം കഴിഞ്ഞിട്ടൊരു 17-18 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും ഈ കിണറ്റിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം, ബോർവെല്ലിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം കിട്ടാനുള്ള മോട്ടറുകളൊന്നും ഉപയോഗിക്കാതെ വെറുതെ പൈപ്പ് മാത്രം ഇറക്കി കൊടുത്തിട്ടുള്ള കിണറ്റിൽ നിന്ന് സമൃദ്ധമായ വെള്ളം ഇവർക്ക് മാത്രമല്ല ആ പരിസര പ്രദേശങ്ങളിലേക്ക്, വീടുകളിലേക്ക് മുഴുവൻ വെള്ളം ഈ കിണറ്റിൽ നിന്ന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിലേക്ക് പോകുന്ന സമയത്ത് മെയിൻ റോഡാണ് സാമിയാർ മഠം. ആ നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാറിയാണ് വീട്. ആർക്കെങ്കിലും ഇത് പറഞ്ഞിട്ട് ബോധ്യം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് പോയിട്ട് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ലിസി എന്നാണ് ആ സഹോദരിയുടെ പേര്. സ്കൂൾ ടീച്ചറാണ്. അവരുടെ ഭർത്താവ് തമിഴ്നാട് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എന്തായാലും ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. കിണറിലെ അത്ഭുതകരമായ ജലം നൽകി അവരെ അനുഗ്രഹിച്ചു. ഇസഹാക്കിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ഇസഹാക്ക് എവിടെയെല്ലാം ക്ഷാമകാലത്ത് പോലും കൃഷി ചെയ്യുകയും അവിടെ ക്ഷാമകാലത്ത് പോലും ഇസഹാക്കിന് 100 മേനി വിളവ് ലഭിച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. അല്ലെങ്കിൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ അവന് അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുന്നു. കൃഷി ചെയ്യുമ്പോൾ 100 മേനി വിളവ് ക്ഷാമകാലത്ത് പോലും ലഭിക്കുന്നു. വെള്ളത്തിൻ്റെ വാട്ടർ സോഴ്സ് കണ്ടെത്താൻ അവന് കഴിയുന്നു. മക്കളെ നൽകി അനുഗ്രഹിക്കുന്നു. സമാധാനപൂർവ്വം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. എബ്രഹാമിനെ പോലെയോ ലോത്തിനെ പോലെയോ ഒന്നും യുദ്ധങ്ങളൊന്നും ചെയ്യാതെ സമാധാനത്തിൽ ജീവിക്കുവാൻ ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. മാത്രമല്ല, നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് വാഗ്ദാന പുത്രനാണ് ഇസഹാക്ക്. പുതിയ നിയമത്തിൽ കടന്നു വരുന്ന സമയത്ത് യേശു ക്രിസ്തുവും വാഗ്ദാന പുത്രനാണ്. നീ ഒരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടുന്ന വാഗ്ദാനം ലഭിക്കുന്ന പോലെ. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിലെ ഒരു മുന്നാസ്വാദനമാണ് ഇസഹാക്കിൻ്റെ ജീവിതം. ഇസഹാക്കിൻ്റെ ജീവിതത്തെ നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുപോലെ കർത്താവേ, ഇന്ന് ഈ പ്രഭാഷണ പരമ്പര കേൾക്കുന്നവരെയും ഇത് പ്രചരിപ്പിക്കുകയും
വിവിധ സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകളിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും ടെലിവിഷൻ ശൃംഖലയിലൂടെ എല്ലാം ഇത് കാണുകയും കേൾക്കുകയും പ്രചരിപ്പിക്കുകയും ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എബ്രഹാമിനെ നൽകിയൊരു വാഗ്ദാനമുണ്ട്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും, നീ അനുഗ്രഹിക്കുന്നവരെല്ലാം അനുഗ്രഹീതരായി തീരും. ഈ വാഗ്ദാനം ഇസഹാക്കിന് ലഭിക്കുന്നു. ഇസഹാക്കിന് ലഭിച്ച ഈ വാഗ്ദാനം കർത്താവെ ഇന്ന് ഈ പരമ്പര കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.